മരിസ പിയറിൻ്റെ അണ്ടറിൽ നിന്ന് ഞാൻ ട്രെയിൻ ചെയ്തു. യൂജീൻ പോപ്പ എന്ന് പറയുന്നൊരു ഹിപ്നോട്ടിസ്റ്റ് ഉണ്ട്. ആളുടെ അണ്ടറിൽ നിന്ന് ഒരു ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. ആൻ്റണി ജാക്യു എന്ന് പറയുന്നൊരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ ഒരു ക്ലബിൻ്റെ പാർട്ടാണ്. ഷീല ഗ്രേഞ്ചർ എന്ന് പറയുന്നൊരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ ക്ലബിൻ്റെ പാർട്ടാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഫോർ കൗൺസിലേഴ്സ് ആൻഡ് തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞ US-ലൊരു അസോസിയേഷൻ ഉണ്ട്. അതിൻ്റെയും ഹിപ്നോസിസ് എഡ്യൂക്കേഷൻ അസോസിയേഷൻ എന്ന് പറയുന്നൊരു അസോസിയേഷൻ്റെ പാർട്ടാണ്. നിങ്ങൾ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റായി, സോ നിങ്ങൾ ഒരു വൺ മാൻ ആർമി ആയിട്ട് എല്ലാം പോയി ചെയ്യാന്നുള്ളതല്ല. സെൽഫ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നൊരു ടെക്നിക്ക് പഠിക്കുക. സോ ദേ ക്യാൻ ഡു ദിറ്റ് ഫോർ ദംസെൽഫ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, കോൺഫിഡൻസ് ഇഷ്യൂസ്, അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് സെൽഫായിട്ടത് ചെയ്യാം. ആരൊക്കെ ഈ ഹിപ്നോതെറാപ്പി ചെയ്യാൻ പാടില്ല, അങ്ങനെയുണ്ടോ? എനിക്ക് ഇതേപോലെ ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ വന്ന ക്ലയൻറ്റ് ആക്ച്വലി ഹിപ്നോസിസ് ചെയ്തിട്ട് ഒരു നെഗറ്റീവ് റിയാക്ഷൻ വന്നിട്ട് എഫക്റ്റ് ആയി പോയൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അബ്രിയാക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത ഒരു വ്യക്തി ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടായതാണ്. പിന്നീട് ഞാൻ അവൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കൊടുത്തു. ഓക്കെ, ഞാൻ എടുത്തിട്ടില്ലെന്നൊന്നും പറയുന്നില്ല. ഞാനിപ്പോൾ അന്ന് ഒരു 3 years ബാക്കാണ് ഞാൻ ആ ഒരു കോൺവെർസേഷൻ ഉണ്ടായത്. ഞാനിപ്പോൾ ഒരു കോഴ്സിന്, ഇഗ്നോൻ്റെ കോഴ്സിന് എൻറോൾ ചെയ്തിട്ടുള്ള ഒരു ടൈമാണ്. അത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ്, ഈ ബാച്ചിലേഴ്സ് എനിക്കില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കോമ്പീറ്റൻ്റ് ആവുന്നില്ല എന്നുള്ളത് നിങ്ങൾ കരുതരുത്. എൻ്റെ വാലിഡേഷൻ എന്ന് പറയുന്നത്, സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥലങ്ങളിൽ നിന്നാണ്. അത് നാഷണൽ മാത്രമല്ല, ഇൻ്റർനാഷണലി ക്രെഡൻഷ്യൽഡ് ആയിട്ടുള്ള 2-3 വ്യക്തികളുണ്ട്. വൺ വാസ് മരിസ പിയറിൻ്റെ അണ്ടറിൽ നിന്ന് ഞാൻ ട്രെയിൻ ചെയ്തു. യൂജീൻ പോപ്പ എന്ന് പറയുന്നൊരു ഹിപ്നോട്ടിസ്റ്റ് ഉണ്ട്. ആളുടെ അണ്ടറിൽ നിന്ന് ഒരു ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. ആൻ്റണി ജാക്യു എന്ന് പറയുന്നൊരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ ഒരു ക്ലബിൻ്റെ പാർട്ടാണ്. ഷീല ഗ്രേഞ്ചർ എന്ന് പറയുന്നൊരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ ക്ലബിൻ്റെ പാർട്ടാണ്. അങ്ങനെ പല ആളുകളുടെ അടുത്തും ഇതേപോലെ സൂപ്പർവിഷൻ എടുത്തിട്ടുണ്ട്. അവരുടെ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. സോ നിങ്ങൾക്കിപ്പോൾ ഒരു ഹിപ്നോട്ടിസ്റ്റ് ആവാനായിട്ട് മോഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു 2 days കോഴ്സ് കൊണ്ട് തീർക്കരുത്. ആ കോഴ്സ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമായിട്ട് കരുതിയിട്ട് ബാക്കി അഡീഷണൽ ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യു വിൽ ആക്ച്വലി ബിക്കം എ വണ്ടർഫുൾ തെറാപ്പിസ്റ്റ് വൺ ഡേ. കാരണം കുറേ കേസസ് ഉണ്ട് ആക്ച്വലി ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഹാൻഡിൽ ചെയ്യരുതെന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് ഞാൻ RTT പഠിച്ച് തുടങ്ങിയ സമയത്ത്, റാപ്പിഡ് ട്രാൻസ്ഫോർമേഷൻ തെറാപ്പി പഠിച്ച് തുടങ്ങിയ സമയത്ത് പറയുന്നത് പറഞ്ഞാൽ നെവർ ഹാൻഡിൽ സിവിയർ ഡിപ്രഷൻ, ബൈപോളർ പോലുള്ള കേസസ് ഹാൻഡിൽ ചെയ്യരുതെന്ന് പറഞ്ഞു അന്ന്. വിത്ത് എക്സ്പീരിയൻസ് യു ക്യാൻ. അത് കഴിഞ്ഞിട്ട് ഈ മരിസ പിയറിൻ്റെ തന്നെ ആണെന്നുണ്ടെങ്കിലും അഡീഷണൽ ട്രെയിനിങ് എടുത്തതിന് ശേഷം ബൈപോളർ കേസസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഉള്ളൊരു കോമ്പിറ്റൻസി ഞാൻ ബിൽഡ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു ഏരിയയിലേക്ക് പോയത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനിങ്സ് റെഗുലർലി എടുക്കുകയും കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. അത് കിട്ടാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അസോസിയേഷൻ്റെ പാർട്ടാവുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഫോർ കൗൺസിലേഴ്സ് ആൻഡ് തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞ US-ലൊരു അസോസിയേഷൻ ഉണ്ട്. അതിൻ്റെയും ഹിപ്നോസിസ് എഡ്യൂക്കേഷൻ അസോസിയേഷൻ എന്ന് പറയുന്നൊരു അസോസിയേഷൻ്റെ പാർട്ടാണ്. ഇപ്പോൾ അങ്ങനെ ഒരു അസോസിയേഷൻ്റെ മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ പോലും സെർട്ടൈൻ ലെവൽ ഓഫ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തു. ഇന്ന ലെവലിലുള്ള ആളുകളുടെ അണ്ടറിൽ നിന്ന് ട്രെയിൻ ചെയ്തു എന്നുള്ളതുകൊണ്ട് അവർ അസോസിയേഷൻ അക്രഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ട്രെയിനറാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തികളെ പഠിപ്പിക്കുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു കോമ്പിറ്റൻസി അത്രയും കൂടുതലാണ്. 220 hours കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട്. ഇന്ത്യയിൽ വരുമ്പോഴത്തേക്കും അങ്ങനെ റെഗുലേഷൻ ഇല്ല. ഒരു ഐ തിങ്ക് 80 hours 80 പോലും ഇല്ല, ഐ തിങ്ക് 60 hours സംതിങ് ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിൻ്റെ അണ്ടറിൽ നിന്ന് ട്രെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും മതി എന്നുള്ള രീതിയിൽ ഒരു റെഗുലേഷൻ ഞാൻ ആദ്യം പഠിച്ച സമയത്ത്, ദാറ്റ് വാസ് ഓൺ 2021. അന്ന് പഠിച്ച സമയത്ത് എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റിനകത്ത് അത് താഴെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഗവൺമെൻറ് റെഗുലേഷനാണ്, ഇതിനകത്ത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഹീലിങ്ങിനെല്ലാം ഇന്ന രീതിയിലുള്ള ട്രെയിനിങ് എടുത്താൽ മതി എന്നുള്ളത്, ഒരാളുടെ അണ്ടറിൽ നിന്ന് ഇത്രയും ട്രെയിനിങ് എടുത്താൽ മതി എന്നുള്ളത് പറയുന്നൊരിതുണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു മീ, ഐ ഡോണ്ട് സ്റ്റോപ്പ് മൈസെൽഫ് ഫ്രം ഡൂയിങ് ജസ്റ്റ് ദാറ്റ്. അവിടുന്ന് നമ്മൾ എപ്പോഴും ആ ഒരു ഹയർ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. കീപ്പ് ഓൺ ഇംപ്രൂവിങ് അസ്. ഇപ്പോൾ നമ്മൾ മറ്റേ ഒരു മരം വെട്ടാൻ പോയിട്ട് കോടാലിയെ കുറ്റം പറയത്തില്ലേ, അതേപോലെയാണ്. നമ്മൾ ആ ഒരു കോടാലിയെ മൂർച്ച കൂട്ടാതെ എത്ര മരം വെട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പറ്റത്തില്ല. നമ്മൾ ആ മൂർച്ച കൂട്ടിക്കൊണ്ട് തന്നെ ഇരിക്കണം. അതുപോലെ നമ്മൾക്ക് ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹിപ്നോതെറാപ്പിയിലൂടെ സാധിക്കുമല്ലോ. അതെങ്ങനെയാണ് അത് വർക്ക് ആവുന്നത്? നമ്മൾ കോൺഫിഡൻസിൻ്റെ കാര്യം തന്നെ പറഞ്ഞില്ലേ, അതേപോലൊക്കെ തന്നെയാണ് ലീഡർഷിപ്പിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും വർക്ക്ഔട്ട് ചെയ്യുന്നത്. ആക്ച്വലി മെനി പീപ്പിൾ ഇൻ ദാറ്റ് ലീഡർഷിപ്പ് സ്പേസ് യൂസ് ദിസ് ഹിപ്നോതെറാപ്പി. ടൈഗർ വുഡ്സ് ഹിപ്നോസിസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒളിമ്പിക് അത്ലീറ്റ്സ് ഹിപ്നോസിസ് യൂസ് ചെയ്യുന്നുണ്ട്.
വൺ ഫേമസ് പേഴ്സൺ ഹൂ യൂസ് ടു യൂസ് കൈൻഡ് ഓഫ് ഹിപ്നോസിസം, ഹിപ്നാഗോജി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ലൈക്ക് സ്ലീപ്പിൻ്റെ നിയർ ബൈ സ്റ്റേറ്റ്, നമ്മൾ ഉറങ്ങിപ്പോയി വീഴാൻ നിൽക്കുന്ന ആ ഒരു അവസ്ഥ. ന്യൂട്ടൺ ഇത് യൂസ് ചെയ്യുന്നതായിട്ട് ഞാനൊരു ഇതിനകത്ത് വായിച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റിലേക്ക് പോയിട്ട് കറക്റ്റായിട്ട് ഇത് കിട്ടുന്നതായിട്ട്, ഐഡിയാസ് കുറച്ചുകൂടി ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ബ്രെയിനിൻ്റെ ആ ഒരു അവെയർ സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത്. സോ ലീഡർഷിപ്പിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട സർട്ടൻ സോഫ്റ്റ് സ്കിൽസും കാര്യങ്ങളും ഉണ്ട്. ഇതെന്താണെന്നുള്ളതിൻ്റെ ബേസിക് അവയർനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, നമ്മളിപ്പോൾ ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ പോയിട്ട് നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇമ്പ്രൂവ് ചെയ്യാം. ഈ പറയുന്ന സ്കിൽസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാം. ദേ മൈറ്റ് ഹാവ് സംതിങ് വിത്തിൻ ദം ഡീപ് ഡൗൺ. അതെന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. വാട്ട് ഈസ് ദാറ്റ് മേക്കിംഗ് ദം ദാറ്റ് ഗുഡ് ലീഡർ. ദെൻ വാട്ട് ഡു ദേ വോണ്ട് ടു ഇംപ്രൂവ് എന്നുള്ളതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു പാത്ത് വേ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് വിത്ത് ഹിപ്നോസിസ് ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ദം ടു ഡു ദാറ്റ്. പൊതുവേ കോർപ്പറേറ്റ് ഹിപ്നോട്ടിസം ആ ഒരു ഏരിയയിലേക്ക് വരുന്നതാണ്. CEOs അവരൊക്കെ പബ്ലിക് സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ വിഷൻസ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, വിഷൻസ് ഫോർ ദ കമ്പനി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ ആ ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ പോയിട്ട് ഫ്യൂച്ചർ പേസിംഗ് എന്ന് പറയുന്നൊരു ടെക്നീക്കുണ്ട്. എന്നുവെച്ചാൽ ഫ്യൂച്ചർ കാണുക എന്നുള്ളതാണ്, വിഷൻ കിട്ടുക എന്നുള്ളതാണ്. ആ ടെക്നീക്സ് യൂസ് ചെയ്യും. മെയിൻലി വിഷ്വൽ ഇമേജറീസ് യൂസ് ചെയ്യാറുണ്ട്, ഗൈഡഡ് ഇമേജറീസ് യൂസ് ചെയ്യാറുണ്ട്. റിഗ്രഷൻ പൊതുവേ ആ ഒരു സ്പേസിലേക്ക് വരുമ്പോഴത്തേക്കും യൂസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല, ലീഡർഷിപ്പിന് വരുമ്പോഴത്തേക്കും. ആരൊക്കെ ഈ ഹിപ്നോതെറാപ്പി ചെയ്യാൻ പാടില്ല, അങ്ങനെയുണ്ടോ? ആ ഒരു 5 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ഹിപ്നോട്ടിസം ചെയ്തേ കൂടാ, ഡെവലപ്മെൻ്റൽ ഏരിയ ആണ്. പിന്നെ റിഗാർഡിങ് യുവർ കോമ്പിറ്റൻസി, PTSD കുറച്ചുകൂടെ കോമ്പിറ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഹാൻഡിൽ ചെയ്യാവൂ. DID ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ, അതും അത്രയും സ്കിൽഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് എ സൈക്കാട്രിസ്റ്റ്. ഞാൻ DID ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ വൺ അമംഗ് ദ റെയർ ആൻഡ് സംതിങ് സ്പെഷ്യൽ ഫോർ മീ വാസ് ദാറ്റ് കേസ്. എനിക്ക് അടുത്തറിയാവുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആൻഡ് ആ ഒരു വ്യക്തിയുടെ സൈക്കാട്രിസ്റ്റിനെ കണ്ട് ഞാൻ നേരിട്ട് പോയി കണ്ട്, ചെന്നൈയിലായിരുന്നു, നേരിട്ട് പോയി കണ്ട് സംസാരിച്ചിട്ടാണ് ലൈക്ക് സെഷൻസിനെ കുറിച്ച് പ്ലാൻ ചെയ്തു. എൻ്റെ പാത്ത് വേ എങ്ങനെയൊക്കെയാണ്, പുള്ളിയും ഗൈഡൻസ് തന്നു, ഏത് ടൈമിൽ എങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതൊക്കെ തന്ന് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റായി സോ നിങ്ങൾ ഒരു വൺ മാൻ ആർമി ആയിട്ട് എല്ലാം പോയി ചെയ്യുക എന്നുള്ളതല്ല. സംടൈംസ് ഇറ്റ് ഈസ് എ കൊളാബറേറ്റീവ് അപ്രോച്ച്. സൈക്കോളജിസ്റ്റ് വേണ്ടി വരും, സൈക്കാട്രിസ്റ്റ് വേണ്ടി വരും. ചില കേസസിൽ നിങ്ങൾ മെഡിസിൻസ് യൂസ് ചെയ്യേണ്ട സാഹചര്യം വരും. അവിടെ മെഡിസിൻസ് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അവിടെ മെഡിസിൻസ് കഴിക്കേണ്ട സാഹചര്യത്തിൽ വന്ന് പറയുകയാണ്, നിങ്ങൾ മെഡിസിനൊന്നും കഴിക്കേണ്ട, ഞാൻ ഹിപ്നോതെറാപ്പി കൂടെ ഇത് മാറ്റിത്തരാം. നോ വേ. അങ്ങനെ ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടോളൂ. അവിടെ നിൽക്കുകയേ ചെയ്യരുത് ആ വ്യക്തിയുടെ അടുത്ത്. യു ആർ ഗോൺ. എപ്പോഴും ഇപ്പോൾ സൈക്കാട്രി മെഡിസിൻസ് എടുക്കുന്ന ക്ലയൻസിൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പറയുന്ന ആദ്യം തന്നെ ഗെറ്റ് ദ പെർമിഷൻ ഫ്രം ദ സൈക്കാട്രിസ്റ്റ്. അവരുടെ ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഹിപ്നോസിസ് ചെയ്യാം. ബൈപോളർ ആണെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു മാനിക് ഫേസിൽ വരുമ്പോഴത്തേക്കും ചെയ്യില്ല. അതിൻ്റെ ഒരു റിലാക്സ് ഫേസിലാകുമ്പോഴത്തേക്കും അപ്പം പോലും ചെയ്യില്ല അൺടിൽ ആൻഡ് അൺലെസ് ദ സൈക്കാട്രിസ്റ്റ് ഗീവ് ദ പെർമിഷൻ ടു ഡു ദ. ആ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. പിന്നെ അല്ലാതെ സ്കിസോഫ്രീനിയ ഹാൻഡിൽ ചെയ്യത്തില്ല. സ്കിസോഫ്രീനിയ അത്രയും ഹാൻഡിൽ ചെയ്യത്തില്ലെന്നാണ് പറയപ്പെടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഈ ഇമേജറീസ് ഒക്കെ എന്ന് വെച്ചാൽ ഹാലൂസിനേറ്റ് ചെയ്യുന്ന രീതി, അവർ ഹൈലി ഹാലൂസിനേറ്റീവ് ആളുകളാണ്. അവർക്ക് എക്സ്ട്രാ ഒരു ഇമേജാണ് ഹിപ്നോസിസിലൂടെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസസിലായതുകൊണ്ട് തന്നെ സ്കിസോഫ്രീനിയ നെവർ ഹാൻഡിൽ ഇറ്റ് എന്നുള്ളതാണ് ഇതുവരെ ഞാൻ കേട്ടിട്ടുള്ളത്. എന്തെങ്കിലും റിസർച്ച് നടക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ബട്ട് വാട്ട് ഐ നോ കറൻ്റ്ലി നെവർ. ഇങ്ങനെയുള്ള കേസസിൽ വരുമ്പോഴേക്കും നമ്മളൊരു ഹിപ്നോതെറാപ്പിസ്റ്റിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നില്ലേ? അപ്പം അതെങ്ങനെ, ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് എങ്ങനെ മാറ്റാൻ പറ്റും? ഡിറ്റാച്ച്മെൻറ്റ് എങ്ങനെ അവിടെ സംഭവിപ്പിക്കും? ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. കാരണം ചില ക്ലയൻസ് ആക്ച്വലി അവർക്ക് ആ ഒരു മാറ്റം വരുമ്പോഴത്തേക്കും എൻ്റെ മാറ്റത്തിൻ്റെ കാരണം ഈ തെറാപ്പിസ്റ്റാണ്, ഇനി മുന്നോട്ടേക്ക് മാറ്റം വരുമ്പോഴത്തേക്കും വരണം എന്നുണ്ടെങ്കിൽ എനിക്ക് തെറാപ്പിസ്റ്റിൻ്റെ സഹായം കൂടിയേ തീരൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരാം. അതുണ്ടാവാണ്ടിരിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അവരെ ഹിപ്നോതെറാപ്പി എന്ന് പറഞ്ഞാൽ എൻ്റയർ ടെക്നിക്ക് പഠിപ്പിക്കുക എന്നുള്ളതല്ല, സെൽഫ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നൊരു ടെക്നിക്ക് പഠിപ്പിക്കുക. സോ ദേ ക്യാൻ ഡു ദിറ്റ് ഫോർ ദം സെൽഫ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, കോൺഫിഡൻസ് ഇഷ്യൂസ് അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് സെൽഫായിട്ടത് ചെയ്യാം. ആൻഡ് ഇറ്റ്സ് ആൻ ഈസി പ്രോസസ് ഓൾസോ. കാരണം ഇപ്പോൾ
ബുക്ക് വായിക്കുമ്പോൾ ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ മൂവി കാണുമ്പോൾ ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ പോകുന്നുണ്ട് എങ്കിൽ ഇങ്ങനൊരു സജഷൻ കൊടുക്കാനായിട്ട് എന്തുകൊണ്ട് പോയിക്കൂടാ? സോ ആ ഒരു ഫേസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നീട് അല്ലാതെ ഒരു എൻഡിങ് പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ ഇന്ന സെഷൻസിന് വേണ്ടിയിട്ടാണ് വന്നത്, ഇത് കഴിഞ്ഞിട്ട് ദിസ് ഇസ് വെയർ ദ കോൺട്രാക്ട് എൻഡ്സ് എന്നുള്ളത് ആദ്യം തന്നെ സെറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ഒരു ഹിപ്നോ തെറാപ്പിസ്റ്റിന് ആ ഒരു ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്തിരിക്കാനായിട്ടുള്ളത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ചില സാഹചര്യത്തിൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് പിന്നെയും സെഷൻ ചോദിച്ചു വരുന്ന ക്ലയൻസ് ഉണ്ട്. ലാസ്റ്റ് വാട്ട് മേക്സ് ദം ഡു ദാറ്റ്, ഇവഞ്ച്വലി അവരെ കൊണ്ട് തന്നെ ആ ഒരു സെൽഫ് ചെയ്യിക്കുന്നതായിട്ടും പിന്നെ ഒരു ചിലപ്പോൾ അതിനൊരു കോച്ചിങ്ങിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് വിടും. ലൈക്ക് ഞാൻ പറയും, ലൈക്ക് നിങ്ങൾക്കിപ്പോൾ വേണ്ടത് ഇന്നതാണെന്ന് തോന്നുന്നില്ല, വാട്ട് ഐ ഫീൽ ലൈക്ക് യു ക്യാൻ ഡു അറ്റ് ദിസ് സിറ്റുവേഷൻ ഇസ് ട്രൈ ഔട്ട് എ കോച്ചിങ് സെഷൻ ആൻഡ് ഇഫ് ഇൻട്രസ്റ്റഡ് ഐ എം ഓൾസോ എ കോച്ച്. എന്നിട്ട് എൻ്റെ ക്രെഡൻഷ്യൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓറൽസ് യു ക്യാൻ ഫൈൻഡ് അനദർ ലൈഫ് കോച്ച് ഓൾസോ, അങ്ങോട്ടേക്ക് പോകാൻ പറയാം. ആ ഒരു സ്പേസിൽ വരുമ്പോഴത്തേക്കും ഡിപ്പെൻഡൻസി ഒരു കാരണവശാലും വരത്തില്ല. ബിക്കോസ് ദേ ആർ ചൂസിങ് ദ ആക്ഷൻ പ്ലാൻസ് ഫോർ ദംസെൽഫ്. ഈവൻ ഇവിടെയും അവർ തന്നെയാണ് ഗൈഡ്, പക്ഷേ ആ ഒരു അവർ തന്നെയാണ് ആ ഒരു ഫേസിലേക്ക് പോകുന്നത്. ദ തെറാപ്പിസ്റ്റ് ഇസ് ദ ഗൈഡ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് ദേ ഫീൽ ലൈക്ക് ഓക്കെ തെറാപ്പിസ്റ്റ് ഈസ് ഡൂയിങ് സംതിങ് ഫോർ ദം. ആ വ്യക്തിയാണ് എന്നിൽ ഈ മാറ്റങ്ങൾ മൊത്തം ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു ഐഡിയ ആണ് അവരുടെ ഉള്ളിൽ വേണ്ടത്. ഈവൻ ഇത് മാറ്റാനായിട്ട് ബിഫോർ സെഷൻ ദ സ്റ്റാർട്ടിങ് ഫേസ് പ്രീ ടോക്ക് എന്ന് പറയുന്ന ഒരു ഫേസിൽ, പ്രീ ടോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും സെഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഫേസ്, തൊട്ട് മുന്നേ ഉള്ള കോൺവേഴ്സേഷൻ വരുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും. അതിനകത്ത് അവരുടെ അടുത്ത് ലൈക്ക് സെഷൻസിനകത്ത് നിങ്ങൾക്ക് പൂർണ്ണ കൺട്രോൾ ആണുള്ളത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ നിർത്തണതാണെന്നുണ്ടെങ്കിൽ യു വിൽ സേ ദാറ്റ്. ഏതെങ്കിലും ഒരു ഇമേജ് നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുവാണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ഷെയർ ദാറ്റ്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ കൊടുക്കും. ആൻഡ് ദേ ഫീൽ ലൈക്ക് ഓക്കെ ദേ ആർ ഇൻ കൺട്രോൾ. ദേ ഡോണ്ട് ഹാവ് ടു ഡിപ്പെൻഡ് ദ തെറാപ്പിസ്റ്റ് ഇസ് നോട്ട് ഇൻ കൺട്രോൾ. ആ ഒരു ഐഡിയ ആദ്യം തന്നെ നമ്മൾ അവിടെ ഇട്ട് കൊടുക്കും. എന്നിട്ടാണ് സെഷൻ ചെയ്യുന്നത് തന്നെ. സെഷൻ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്കും യെസ് ഐ ഡിഡ് ഇറ്റ് എന്ന് പറയുന്ന ഒരു ഫീലിലേക്കായിരിക്കും അവർ വരുന്നത്. താങ്ക് യു സോ മച്ച്. കുറച്ച് കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു.